ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാടൻ രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി നമ്മുടെ അപ്പം, പത്തിരി, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ആ ഒരു മസാലയുടെ ഒക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹോളായിട്ടുള്ള പെരിഞ്ജീരകമാണ്. അപ്പോൾ ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഞാൻ അതിലേക്ക് ഒരു ബേ ലീവ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 3 കറയാമ്പൂ, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഇനി ഒരു 2 ഏലക്കായ. അപ്പോൾ ഒരുപാട് സ്പൈസസ് ഒന്നും ഇടണ്ട, വളരെ കുറച്ച് സ്പൈസസ് ഇട്ടാൽ മതി. ആദ്യമേ തന്നെ ഇടണം. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ഒരുപാട് നേരം ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് സവാളയാണ്. ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് സവാള 3 എണ്ണമാണ്. ഞാനിവിടെ 4 മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സവാള അരിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിയുക കേട്ടോ. ഈ ഒരു കറിക്ക് എടുക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് കുറച്ചും കൂടി നല്ലത്, ആ ഒരു മസാലയിലൊക്കെ പിടിച്ച് വരാനായിട്ട്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് അതങ്ങ് മൂടി വയ്ക്കുക. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം നല്ലോണം ട്രാൻസ്പെറൻ്റായി വരുന്നതും വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകുന്നുള്ളവർ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കുക. അപ്പോഴേക്കും ആ സവാളയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ച പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, ഇത് 3 കൂടി ചതച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് തക്കാളി ചേർക്കണ്ട, കുറച്ച് തക്കാളി മതി. തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഇനി അതിലേക്ക് ഒരു തണ്ട് മല്ലിയിലയും ഒരു 2-3 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും ഈ സമയത്ത് തന്നെ ഇടണം കേട്ടോ. പൊടികളൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമാണ് അതിലേക്ക് ഒരു നല്ല ഫ്ലേവർ വരിക. അപ്പോൾ 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, അധികം എരിവ് ഉണ്ടാവില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒരു നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതായത് ആ ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ചാൽ മതി, ആ വെള്ളം ഇതുപോലെ അങ്ങ് തിളച്ചോളും. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഒന്നങ്ങ് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു മസാലയിലേക്കൊക്കെ ഒന്ന് പിടിച്ചിട്ട് ആ മസാല നല്ലോണം ഒന്ന് കുറുകി വരും. എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു മസാല ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ക്രഷ്ഡ് പെപ്പർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇടണ്ട, അപ്പോൾ എരിവൊക്കെ ബാലൻസ്ഡ് ആയിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതേപോലെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ റോസ്റ്റ് ആയിട്ടല്ല എടുക്കുന്നത്, കുറച്ചൊരു കറി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇഫ്താറിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഞാൻ സെർവ് ചെയ്തത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ്. പത്തിരിയുടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ ഇത് അടിപൊളി കോമ്പിനേഷനാണ്. നല്ലൊരു ബീഫ് കറി മസാലയുടെ ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം മുട്ട എടുത്ത് നമുക്ക് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരുപാട് വെള്ളം അങ്ങ് വറ്റിക്കണ്ട. കറിയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ മാത്രം ഒരുപാട് അങ്ങ് ചാറൊന്നും വെക്കണില്ല, പക്ഷെ എന്നാലും ചെറിയൊരു
ചാറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ എടുക്കുക. റോസ്റ്റ് ആയിട്ടാണെങ്കിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണ്ട. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.